പ്രിയയും കിച്ചുവും ഭയങ്കര കത്തിയടിയിലാണ്. സിദ്ധുവും മഹിയും റാമും മറ്റു ചർച്ചകളും. റാമിന് ഒരു ഓഫീസും ടെക്സ്റ്റൈൽസും കോളേജും സ്വന്തമായി ഉണ്ട് എങ്കിലും അവിടെയൊക്കെ അവൻ എപ്പോഴെങ്കിലും പോവാറുള്ളൂ. അവൻ പോയില്ലെങ്കിലും കണക്കുകൾ ചെക്ക് ചെയ്യാറുണ്ട്. അതിനിടയിൽ ചെറിയ കൊട്ടേഷനുമായി അവൻ ഇവരോടൊപ്പം കൂടാറുണ്ട്. റാമിന്റെ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ആരോ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് കൊന്നതാണ്. അന്ന് റാം പഠിക്കാനായി ബാംഗ്ലൂരിലായിരുന്നു. അതുകൊണ്ട് റാം മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ടു. അവൻ ഒറ്റക്കായി അന്ന് മുതൽ തുടങ്ങിയതാണ് അവന്റെ കലിപ്പും കൊട്ടേഷനുമൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ എല്ലാ കണക്കുകളും ശ്രദ്ധിക്കുമായിരുന്നു. അവന്റെ കുടുംബത്തെ നശിപ്പിച്ചവരെ കിട്ടുന്നത് വരെ അവൻ കൊട്ടേഷൻ തുടരും എന്നായിരുന്നു പണ്ടവൻ പറഞ്ഞിരുന്നത്. കോളേജിൽ നിന്ന് കിട്ടിയ കൂട്ടുകെട്ടാണ് മഹിയും സിദ്ധുവും. കിച്ചുവിനെ അവൻക്ക് റോട്ടിൽ വെച്ച് കിട്ടിയതാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസം റാം കാറിൽ വരുന്ന വഴിക്ക് ഒരു കുട്ടിയുണ്ട് ആക്രി സാധനങ്ങൾ പെറുക്കി നടക്കുന്നു. അത് കണ്ടപ്പോൾ റാമിനെന്തോ പാവം തോന്നി. റാം പതി കാറിൽ നിന്നും ഇറങ്ങി അവനോട് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ കിച്ചു അവന്റെ വീട്ടിലെ അവസ്ഥ പറയുന്നത് കേട്ടപ്പോൾ റാമിന് വല്ലാത്തൊരു വേദന തോന്നി. ശരീരം കുഴഞ്ഞു കിടക്കുന്ന അച്ഛൻ, ക്യാൻസർ പേഷ്യൻ്റായ അമ്മ, 5ൽ പഠിക്കുന്ന പെങ്ങൾ, ഇതായിരുന്നു കിച്ചുവിന്റെ കുടുംബം. റാം ആ സമയം അവന്റെ കുടുംബത്തെയാണ് കണ്ടത്. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ കിച്ചുവിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞതിനേക്കാളും പരിതാപകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. ചെറിയൊരു വീട്, അകത്ത് ബാത്റൂമോ ഒന്നുമില്ല. ഭക്ഷണം പോലും മര്യാദക്ക് അവർക്ക് ദിവസവും കഴിക്കാൻ കിട്ടാറില്ല എന്ന് വേണം പറയാൻ. കിച്ചു ആ സമയം 10ൽ പഠിക്കുന്നു. അതിനിടയിലാണ് അവനാൽ കഴിയുന്ന ജോലി ചെയ്യുന്നത്. അങ്ങനെ റാം അന്ന് മുതൽ ഈ കുടുംബത്തെ നോക്കാൻ തീരുമാനിച്ചു. അവർക്ക് പുതിയ വീട് വെച്ചു കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും ചികിത്സ ചെയ്തു. പെങ്ങൾക്കും കിച്ചുവിനും പഠിക്കാനുള്ളതും അവനപ്പോൾ ചെയ്തിരുന്നു. എല്ലാ സഹായവും റാം ചെയ്തു കൊടുത്തു. കിച്ചു പഠിച്ചിറങ്ങിയപ്പോൾ അവന്റെ ഓഫീസിൽ ഒരു ജോലിയും കൊടുത്തു. കിച്ചുവിന്റെ പെങ്ങൾ അപർണ എന്ന അപ്പു ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ കഴിഞ്ഞ് നിൽക്കുവാണ്. അവിടെ നിന്നും കിച്ചുവും ഇവരുടെ കൂട്ടത്തിലെ ഒരാളായി മാറി. അല്ലട റാം, എന്നാ നിന്റെ കുക്ക് വരുന്നത്? 3 ദിവസമായില്ലേ പോയിട്ട്? സിദ്ധു റാമിനെ നോക്കി ചോദിച്ചു. ഇന്ന് വരുമായിരിക്കും, ഇന്നലെ വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. റാം ഫോണിലേക്ക് തന്നെ നോക്കി പറഞ്ഞു. പ്രിയയെ റാം ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവളും കിച്ചുവും ഫോണിൽ ഓരോന്ന് നോക്കി സംസാരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആരോ പുറത്തു വന്നത്. പോയി നോക്കുമ്പോൾ പ്രസാദായിരുന്നു. 48 വയസ്സ് പ്രായം തോന്നിക്കും. എല്ലാവരെയും നോക്കി ഒരു പുഞ്ചിരിയോടെ അയാൾ അകത്തേക്ക് കയറി. പെട്ടെന്നാണ് പ്രിയയെ കണ്ട് അയാളൊന്ന് നിന്നത്. അല്ല കുഞ്ഞെ, ഇതാരാ? റാമിനെ നോക്കി ചോദിച്ചു. അത് ഏട്ടാ, എൻ്റെ ഫ്രണ്ടാണ്. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അയാൾ ആ സമയം പ്രിയയെ മൊത്തമായൊന്ന് ഒഴിഞ്ഞു നോക്കുകയാണ്. ഓ, അടിപൊളി ചരക്ക്. ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു ഇതുപോലെ ഓരോ ഐറ്റത്തെ? പ്രസാദ് നാവൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പ്രിയയെ നോക്കി പറഞ്ഞു. എന്നാൽ അയാളുടെ വൃത്തികെട്ട നോട്ടം ആരും കണ്ടിരുന്നില്ല ആ സമയം, പ്രിയ ഒഴികെ. അവൾക്ക് അയാളുടെ നോട്ടം അരോചകമായി തോന്നി. തൻ്റെ അച്ഛനാകാൻ പ്രായമുണ്ട്, എന്നിട്ടാണ് അയാൾ ഇത്രയും മോശമായി നോക്കുന്നത്. പ്രിയ കിച്ചുവിനെ മറഞ്ഞിരുന്ന് മനസ്സിൽ പറഞ്ഞു. പ്രസാദ് മനസ്സിൽ പലതും കണക്കുകൂട്ടി അടുക്കളയിലേക്ക് പോയി. അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ സംസാരിച്ചിരുന്നു. സിദ്ധുവും കിച്ചുവും മഹിയും അവരുടെ വീട്ടിലേക്ക് പോയി. അവർ പോയപ്പോൾ പ്രിയക്കെന്തോ ഒരൊറ്റക്കായ ഫീല്. കിച്ചുവിനോട് അവൾ അത്രയ്ക്ക് കൂട്ടായിരുന്നു. ഡീ, പെട്ടെന്നാണ് മുകളിൽ നിന്നും റാമിന്റെ അലറൽ കേട്ടത്. എന്താടോ? അവളും അതേ ടോണിൽ ചോദിച്ചു. കുറച്ച് വെള്ളം കൊണ്ടു തരുമോ? ഓ, അതിനായിരുന്നു ഇത്രയ്ക്ക് ജാടയിൽ ചോദിച്ചത്. അത് മനസ്സിൽ പറഞ്ഞു വീണ്ടും ഫോണിൽ കളിക്കാൻ തുടങ്ങി. ഡി പുല്ലെ, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് താടി, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് വെള്ളത്തിന് പകരം തേൻ കുടിക്കും. അത് വേണോ? എന്തോ അർത്ഥം വെച്ച് റാം പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് കസേരയിൽ നിന്നും അറിയാതെ എണീറ്റു പോയി. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കാല, അവനെയും മനസ്സിൽ പറഞ്ഞ് ചവിട്ടി കുലുക്കി അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴുണ്ട് പ്രസാദ് എന്തോ കാര്യമായ കുക്കിങ്ങിലാണ്. അവൾ അയാളെ മൈൻഡ് ചെയ്യാതെ ഒരു ജഗ്ഗിൽ അവൻക്കുള്ള വെള്ളം എടുത്ത് തിരിഞ്ഞതും പ്രസാദ് പ്രിയയുടെ മുന്നിലേക്ക് കയറി നിന്നതും ഒരുമിച്ചായിരുന്നു. എന്താ ഏട്ടാ? അവളൊന്ന് ഞെട്ടിയെങ്കിലും ഞെട്ടൽ മറച്ചു വെച്ച് അയാളോട് ചോദിച്ചു. ഞാൻ നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ എന്ന് കരുതി. നേരത്തെ നിന്നെ വൃത്തിക്കൊന്ന് കാണാൻ പറ്റിയില്ല, അപ്പോൾ എല്ലാവരും ഇല്ലായിരുന്നോ? അയാൾ വൃത്തികെട്ട നോട്ടത്തോടെയാണ് പ്രിയയോട് സംസാരിക്കുന്നത്. അവൾ അയാളിൽ നിന്നും അകന്നു നിന്നു. ഒന്ന് മാറി നിന്നേ, എനിക്ക് പോണം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഹാ, അവിടെ നിൽക്ക് പെണ്ണെ, ഞാനൊന്ന് ആസ്വദിക്കട്ടെ. അയാൾ ഒന്നുകൂടെ അവളിലേക്ക് അടുത്തു. ഡീ, പെട്ടെന്നാണ് ദൈവദൂതനെ പോലെ റാമിന്റെ വിളി വീണ്ടും വന്നത്. അയാൾ പല്ല് കടിച്ചുകൊണ്ട് വഴിമാറിക്കൊടുത്തു. നിന്നെ ഞാൻ എടുത്തോളാം, ഇവിടെ തന്നെ നീ കാണുമല്ലോ, ഞാനും ഉണ്ടാകും ഇവിടെ.
അയാൾ അവളുടെ അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞു. അയാളുടെ ജോലി തുടർന്നു. അത് കേട്ട് പ്രിയ ഒന്ന് വിറച്ചു. പിന്നെ മുന്നോട്ട് നടന്ന് സ്റ്റെപ്പ് കയറി. അവൻ്റെ റൂമിൻ്റെ വാതിൽക്കലെത്തിയതും അവളൊന്ന് നിന്നു. ആ മുറിയിലേക്ക് ആദ്യം കയറിയപ്പോൾ ഉണ്ടായ അനുഭവം അവളുടെ മനസ്സിലേക്ക് HD ദൃശ്യമികവോടെ വന്നു. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ട് അകത്തേക്ക് കയറി. അപ്പോഴുണ്ട് എങ്ങോട്ടോ പോകാൻ റെഡിയാവുന്ന കാലനെയാണ് അവൾ കണ്ടത്. ഇയാളിത് എങ്ങോട്ട് പോവുക? അവൾ പതിയെ പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവളുടെ സൗണ്ട് കൂടിയെന്ന് അവൻ്റെ നോട്ടത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് പല സ്ഥലത്തേക്ക് പോവാനും അവിടെ നിൽക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ നിന്നോട് പറയാൻ നീ എൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അവൻ കലിപ്പിൽ ചോദിച്ചതും അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. വല്ലാതെ കൂർപ്പിക്കല്ലേ, അങ്ങനെ കാണുമ്പോൾ വേറെന്തൊക്കെയോ ചെയ്യാൻ തോന്നുവാ. റാം കളിയോടെ അവളോട് പറഞ്ഞു. വൃത്തികെട്ടവൻ. പ്രിയ പല്ലിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അതെടി, ഞാൻ വൃത്തികെട്ടവനാണ്. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ നല്ലവനാണെന്ന്. നിന്നെ നന്നായി നോക്കുമെന്നൊക്കെ പറഞ്ഞോ ഞാൻ? ഇല്ലല്ലോ. പിന്നെ എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടോ? ഇന്നേ വരെ റാം ഏതൊരു പെണ്ണിനെയും വേറൊരു രീതിക്ക് നോക്കുകയോ തൊടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒത്തിരി പെണ്ണിനെ റാമിന് കിട്ടിയേനെ. എനിക്കതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ നിന്നെ തൊട്ടു, ചുംബിച്ചു. അതൊക്കെ നിന്നോടുള്ള വാശി കൊണ്ടും ദേഷ്യം കൊണ്ടുമാണ്, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് നീ തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ? അത് പറഞ്ഞ് റാം അവളുടെ കയ്യിലുള്ള ജഗ് വാങ്ങി അതുകൊണ്ട് വെള്ളം കുടിച്ചു. എന്നിട്ട് അവളെ ഒന്ന് കലിപ്പിൽ നോക്കിയിട്ട് വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു. അവൻ പോവെന്ന് മനസ്സിലായതും അവളിൽ ഭയം നിറഞ്ഞു. അതിനുള്ള കാരണം പ്രസാദിന്റെ പെരുമാറ്റം തന്നെയാണ്. അവനോട് പോവണ്ട എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന പേടിയുമുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ വിളിച്ചു. അതെ. ഡോറ് തുറക്കാൻ നിന്ന റാമ പിന്നിൽ നിന്നുള്ള അവളുടെ വിളി കേട്ട് അവൻ്റെ കാലുകൾ നിശ്ചലമായി. എന്താടി? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ, നിനക്കെന്താടി, വിക്കുണ്ടോ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് റാം ചോദിച്ചു. ഇല്ല എന്നവൾ തലകുനിച്ചു. വാ തുറന്ന് പറയടി. ഇല്ല. ഗുഡ് ഗേൾ. ഇനി പറ, എന്തിനാ നീ വിളിച്ചത്? അത് താൻ എങ്ങോട്ടാ പോകുന്നത്? അവൾ ധൈര്യത്തോടെ ചോദിച്ചു. അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവൾ കാണാതെ സമൃദ്ധമായത് മറച്ചു വെക്കുകയും ചെയ്തു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് ഗൗരവത്തിൽ നോക്കി പറഞ്ഞു. ഞാൻ എങ്ങോട്ട് പോയാലും തനിക്കെന്താ? എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ നിനക്ക്? അത്രയ്ക്കെന്നെ ഇഷ്ടമാണോ? പറ, എന്നോട് പ്രണയമാണോ? അവനില്ലാത്ത നാണമൊക്കെ മുഖത്ത് വരുത്തി പറഞ്ഞു. ഇവളാണെങ്കിൽ ഈ ചെകുത്താന് എങ്ങനൊരു മുഖമുണ്ടോ എന്ന ഞെട്ടലിലായിരുന്നു. അവളുടെ തൊട്ടടുത്താണ് ഇപ്പോൾ റാം നിൽക്കുന്നത്. പറ, എന്നെ കാണാതിരിക്കാൻ വയ്യേ നിനക്ക്? ആർദ്രമായാണ് റാം അത് ചോദിച്ചത്. ആ ചോദ്യത്തിൽ പ്രിയയും ഒന്ന് കുരുങ്ങിപ്പോയിരുന്നു. അവൻ്റെ കാപ്പി കണ്ണുകൾ അവളോട് ഒത്തിരി കഥ പറയാനുള്ളത് പോലെ ഈ കാഴ്ച അവളിൽ വല്ലാത്തൊരു അനുഭൂതിയാണ് നിറക്കുന്നത്. അവനിൽ മാത്രം താൻ ചുരുങ്ങിപ്പോകുന്ന നിമിഷം. ഇനിയും അവനെ മാറ്റിയില്ലെങ്കിൽ കടുവയുടെ പ്രവൃത്തി എന്താണ് എന്ന് അവൾക്കറിയാവുന്നതുകൊണ്ട് അവൾ അവനെ ഒറ്റ തള്ളായിരുന്നു. അവളുടെ തള്ളലിലാണ് അവനും താൻ എന്താണ് ചെയ്തത് എന്ന ബോധം വന്നത്. അതുവരെ അവളുടെ മിഴികളിലും അധരങ്ങളിലും മൂക്കുത്തിയിലും ആയിരുന്നു തൻ്റെ ശ്രദ്ധ മുഴുവൻ. അവളെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ റാം കരുതിയിരുന്നുള്ളൂ. പക്ഷേ അവളുടെ സാമീപ്യം എന്നെ വേറെ എന്തൊക്കെയോ ചിന്തകളിലേക്കാണ് എത്തിക്കുന്നത്. അവളുടെ മുന്നിൽ അവൻ തോറ്റുപോകുന്നത് പോലെ. അവൻ ദേഷ്യത്തോടെ തലകുടഞ്ഞു. അവളെ മറികടന്നു പോയതും അവൻ്റെ കയ്യിൽ പ്രിയയുടെ പിടുത്തം വീണതും ഒരുമിച്ചായിരുന്നു. അവനൊന്ന് ഞെട്ടി. അവളുടെ നനുത്ത കൈപ്പത്തിയുടെ സ്പർശം പോലും ഒരു കുളിര് പോലെ അനുഭവപ്പെടുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അത് കാമമല്ല എന്ന് അവന് മനസ്സിലായിരുന്നു. അത് അവളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് എന്ന് അവനക്ക് മനസ്സിലായില്ല. എന്താണ് ഈ പുല്ല് നിനക്ക് വേണ്ടത്? എന്നൊന്ന് പോവാൻ സമ്മതിക്കുമോ നീ? അവൻ്റെ ഉള്ളിലെ സംഘർഷം അവൾ അറിയാതിരിക്കാൻ അവൻ കലിപ്പിൽ അവളോട് ചോദിച്ചു. അതല്ല ചോദിച്ചത്, താൻ എങ്ങോട്ടാ പോകുന്നത് എന്ന്. ഇപ്പോഴത്തെ അവളുടെ മുഖഭാവം വളരെ നിഷ്കളങ്കമായിരുന്നു. ഒന്നും മിണ്ടാതെ പിണങ്ങിപ്പോകുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നത് പോലെയുള്ള മുഖഭാവമായിരുന്നു അവൻക്ക് ആ നിമിഷം അവളിൽ ഫീൽ ചെയ്തത്. അതുകൊണ്ട് അവളെ സങ്കടപ്പെടുത്താതെ അവൻ മറുപടി പറഞ്ഞു. ഞാൻ ഓഫീസിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം. ഒരാളെ കാണാനുണ്ട്. 2 ദിവസം കഴിയും തിരിച്ചു വരാൻ. തനിക്ക് കൂട്ടായി ഇവിടെ പ്രസാദ് ഉണ്ടല്ലോ. അവനൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് പോവാനും നിന്നു. അതല്ല, എനിക്ക് പേടിയാ താനില്ലാതെ ഇവിടെ നിൽക്കാൻ. അതുകൊണ്ടാണ്. പ്ലീസ് പോവാതിരിക്കാൻ പറ്റുമോ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ കരയാനായിരുന്നു. ഹേയ്, താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് നിന്നെ കാവലിരിക്കാനൊന്നും പറ്റില്ല. ഇത് ഓഫീസിലെ കാര്യമാണ്. പോവൽ നിർബന്ധമാണ്. അവൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. പ്ലീസ്, എനിക്ക് പേടിയായതുകൊണ്ടല്ലേ? അവൾ അവനോട് യാചനയോടെ പറഞ്ഞു. നീ പോടി, ഞാൻ നിന്നെ കാവലിരിക്കാനോ? നിനക്കെന്താ തലക്ക് സുഖമില്ലേ?
എന്തൊരു ശല്യമാണിത്. അതും പറഞ്ഞവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് കണ്ട് അവളുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. ഇതേ സമയം റാമിന്റെ മനസ്സിൽ പല ചിന്തകളും മിന്നിമാഞ്ഞു. പിന്നെ അവൻ ഒന്നും ആലോചിക്കാതെ കാറെടുത്ത് പുറത്തേക്ക് പോയിരുന്നു. അവൻക്കും വല്ലാത്തൊരു ഫീല്. റാം പോകുന്നത് കണ്ട് പ്രസാദിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ക്രൂരമായൊരു പുഞ്ചിരിയായിരുന്നു അത്. അയാൾ അതേ ചിരിയോടെ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ. മറുതലയ്ക്കൽ ഫോണെടുത്തതും പ്രസാദ് റാം പോയതൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. എന്നാൽ രാത്രി വാ, നമുക്ക് ആ പെണ്ണിനെ ശരിക്കും ഒന്ന് ആസ്വദിക്കണം. അയാൾ അത് പറഞ്ഞ് ഫോൺ വെച്ചു. നിന്നെ കണ്ടപ്പോൾ തന്നെ ആഗ്രഹിച്ചിരുന്നതാടി ഇതുപോലൊരു ദിവസം കിട്ടാനായിരുന്നു. അത് ദൈവം ഇത്ര പെട്ടെന്ന് സാധിച്ചു തരുമെന്ന് ഓർത്തില്ല. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും അകത്തേക്ക് പോയി. രാത്രി അവൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അയാള്. ഇതേ സമയം പ്രിയയുടെ അമ്മ തൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. എന്തുകൊണ്ടോ ആ അമ്മ മനസ്സ് വേദനിച്ചിരുന്നു. എൻ്റെ മോൾക്ക് ഒരാപത്തും സംഭവിക്കില്ലേ ഈശ്വര. കരഞ്ഞുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു. അത് കണ്ട് അമ്മുവിൻ്റെയും ഭദ്രൻ്റെയും ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. പ്രിയയുടെ ചീട്ട് ഇന്നത്തോടെ തീരും. അവളെ അവരൊക്കെ കൂടി ഒന്ന് ആസ്വദിക്കും. അതിനുശേഷം അവളെ അങ്ങ് പരലോകത്തേക്ക് കയറ്റിവിടും. ഇന്നത്തോടെ അവസാനിക്കണമെല്ലാം അയാൾ മനസ്സിൽ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അയാളുടെ പുറകെ ക്രൂരമായ മനസ്സോടെ അമ്മുവും പോയി. എന്നാൽ പ്രിയ കരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. ശ്രീയേട്ടാ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എൻ്റെ അടുത്തേക്ക് വാ ശ്രീയേട്ടാ. ഉറക്കത്തിൽ പോലും അതായിരുന്നു അവൾ പറഞ്ഞത്. അപ്പോഴാണ് അവളിലേക്ക് അടുക്കുന്ന ചെമ്പൻ മിഴികളെ അവൾ ശ്രദ്ധിച്ചത്. അത് അവളിൽ സന്തോഷമുണ്ടാക്കി. അവൾ ആ കാപ്പിക്കണ്ണിൽ അടിമപ്പെട്ടു പോയിരുന്നു. ശ്രീയേട്ടാ, അതും പറഞ്ഞവൾ ഞെട്ടി ഉണർന്നു. ഇപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട കാപ്പിക്കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവൾ എഴുന്നേറ്റിരുന്നുകൊണ്ട് ആലോചിച്ചു. അപ്പോഴാണ് റാമിൻ്റെ ചെമ്പൻ മിഴികൾ അവളുടെ മനസ്സിലേക്ക് വന്നത്. അത് അവളെ ഞെട്ടലുളവാക്കി. ഈശ്വര, ഞാൻ സ്വപ്നത്തിൽ കാണാറുള്ള എൻ്റെ ശ്രീയേട്ടൻ അത് കാലനാണോ? അവൾ അത്ഭുതത്തോടെ ഓർത്തു. അത് അവളിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു. പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് അവനിപ്പോൾ ഇവിടെ ഇല്ല എന്ന്. പ്രസാദും താനും മാത്രമേ ഉള്ളൂ എന്നത് അവളിൽ വിറയലുണ്ടായി. അവൾ ചുറ്റും ഒന്ന് നോക്കി. സമയം ഒരുപാടായിട്ടുണ്ട്. ചുറ്റും ഇരുട്ടാണ്. അപ്പോൾ രാത്രിയായി എന്ന് മനസ്സിലായി. അവൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. കാരണം റാം പോയപ്പോൾ കയറിയതാണ് റൂമിലേക്ക്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവൾ പേടിയോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പതിയെ ശബ്ദമുണ്ടാക്കാതെ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. അവൾക്കെന്തോ മനസ്സിൽ വല്ലാത്തൊരു പേടി. പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് മുഖം മറച്ച് 2 പേര് വന്നത്. അവരെ കണ്ടതും അവൾ പേടിച്ചുപോയി. തിരിഞ്ഞ് ബാക്കിലേക്ക് ഓടാൻ നോക്കിയതും അവിടെയുണ്ട് വശ്യമായ ചിരിയോടെ നിൽക്കുന്ന പ്രസാദ്. ഇതെല്ലാം കണ്ട് പ്രിയയ്ക്ക് പേടി കൂടി. ഇനി താൻ എന്ത് ചെയ്യും? ഇവർ രണ്ടും ആരാ? ഈശ്വര, എന്നെ രക്ഷിക്കണേ. അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. മോളെ, നീ എങ്ങോട്ട് പോവാ? മോള് വാ, ചേട്ടന്മാരെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. അത് പറഞ്ഞ് അവളിലേക്ക് പ്രസാദ് അടുത്തു. തനിക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലായിരുന്നു പ്രിയക്ക്. തൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് മനസ്സിൽ ചിന്തിച്ച് ദയനീയമായി അയാളെ നോക്കി.